ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത്? ആൻസർ കാർബൺ ഡൈ ഓക്സൈഡ്. ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ശുക്രൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത്? ആൻസർ കാർബൺ ഡൈ ഓക്സൈഡ്. ശുക്രൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത്? ആൻസർ നൈട്രജൻ. ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ. സൂര്യന്റെ ത്രസിക്കുന്ന ഉപരിതലത്തിന്റെ പേരെന്താണ്? ആൻസർ ഫോട്ടോസ്ഫിയർ. സൂര്യന്റെ ത്രസിക്കുന്ന ഉപരിതലത്തിന്റെ പേര് ഫോട്ടോസ്ഫിയർ. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ദിവസം ഏത്? ആൻസർ ജനുവരി 3. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ദിവസം ജനുവരി 3. ഏത് ഗ്രഹത്തെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള പദ്ധതിയാണ് ക്ലാസിനി മിഷൻ? ആൻസർ ശനി ഗ്രഹം. ശനി ഗ്രഹത്തെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള പദ്ധതിയാണ് ക്ലാസിനി മിഷൻ. ഹാലയുടെ വാൽനക്ഷത്രം എത്ര വർഷത്തിലൊരിക്കലാണ് പ്രത്യക്ഷപ്പെടുന്നത്? ആൻസർ 76. 76 വർഷത്തിലൊരിക്കലാണ് ഹാലയുടെ വാൽനക്ഷത്രം പ്രത്യക്ഷപ്പെടുന്നത്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ആസ്റ്ററോയിഡ്? ആൻസർ സെറസ്. സെറസ് ആണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ആസ്റ്ററോയിഡ്. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നക്ഷത്ര സമൂഹം ഏതാണ്? ആൻസർ ഹൈഡ്ര. ഹൈഡ്രയാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നക്ഷത്ര സമൂഹം. ഭൂമിയെ ചുറ്റാൻ ചന്ദ്രൻ എത്ര സമയമെടുക്കും? ആൻസർ 27 ദിവസം. 27 ദിവസമാണ് ഭൂമിയെ ചുറ്റാൻ ചന്ദ്രൻ എടുക്കുന്ന സമയം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത് എന്ന്? ആൻസർ 2023 ഒക്ടോബർ 28. 2023 ഒക്ടോബർ 28-നാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത്. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യമേത്? ആൻസർ ബ്രസീൽ. ബ്രസീലിനാണ് 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരെന്ത്? ആൻസർ മംഗൾയാൻ. മംഗൾയാൻ എന്നാണ് ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേര്. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്? ആൻസർ അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം എന്നാണ് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്. മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത്? ആൻസർ സ്നേഹക്കൂട്. സ്നേഹക്കൂട് എന്നാണ് മാനസികാരോഗ്യ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേര്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏത്? ആൻസർ തൃശൂർ. തൃശൂരാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ആൻസർ ആശിഷ് ജിതേന്ദ്ര ദേശായി. ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം? ആൻസർ സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിലാണ് കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേരെന്ത്? ആൻസർ പ്രഗ്യാൻ. പ്രഗ്യാൻ എന്നാണ് ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേര്. 2023 സാമ്പത്തിക ശാസ്ത്രജ്ഞൻ നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? ആൻസർ ക്ലോഡിയ ഗോൾഡിൻ. ക്ലോഡിയ ഗോൾഡിലാണ് 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത്. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ആൻസർ ധനഞ്ജയ വൈ ചന്ദ്രചൂഡ്. ധനഞ്ജയ വൈ ചന്ദ്രചൂഡാണ് 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി? ആൻസർ മാതൃജ്യോതി. മാതൃജ്യോതി എന്ന പദ്ധതിയാണ് ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി.
നിലവിലെ ISRO ചെയർമാൻ ആരാണ്? ആൻസർ എസ് സോമനാഥ്. എസ് സോമനാഥാണ് നിലവിലെ ISRO ചെയർമാൻ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആര്? ആൻസർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ. ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത്. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏതു വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ തീമാണ്? ആൻസർ 2023. 2023 പരിസ്ഥിതി ദിനത്തിന്റെ തീമാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക.